പ്രധാനമന്ത്രി ആവാസ് യോജന തൃത്താല ബ്ലോക്കിൽ അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് ബിജെപി തൃത്താല ബ്ലോക്ക് ഓഫീസ് മാർച്ച് നടത്തി. പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായ PMAY തൃത്താല ബ്ലോക്ക് ഭരണസമിതി അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് ബിജെപി തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 1800-ലധികം വീടുകൾക്കുള്ള ടാർഗറ്റാണ് കേന്ദ്രം തൃത്താല ബ്ലോക്കിന് നൽകിയിട്ടുള്ളത്. എന്നാൽ 350 പേരെ പരിഗണിച്ച് ബാക്കിയുള്ള അപേക്ഷകരെ തള്ളിക്കളയാനുള്ള ഗൂഢാലോചനയാണ് തൃത്താല ബ്ലോക്ക് ഭരണസമിതിയും മന്ത്രിയും നടത്തുന്നതെന്ന് ബിജെപി ആരോപിച്ചു. മാർച്ചിന്റെ ഉദ്ഘാടനം ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ നിർവഹിച്ചു. 350 പേർക്ക് ഒന്നാം ഗഡു വിതരണം ചെയ്തെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും 160 പേർക്ക് മാത്രമാണ് നാളിതുവരെ തുക ലഭിച്ചിട്ടുള്ളത്. കേന്ദ്രം നൽകിയ ടാർഗറ്റ് ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിക്കാനും ആവശ്യമെങ്കിൽ പുതിയ അപേക്ഷ ഉടൻ സ്വീകരിക്കാനും തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബിജെപി കപ്പൂസ് സംഘടനാ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എരവക്കാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് മനോജ് V രാമൻകുട്ടി, K നാരായണൻകുട്ടി, KC കുഞ്ഞൻ, രാജൻ NP, VP മുരളീധരൻ, കൃഷ്ണദാസ് ഭാഗവ, സുന്ദരൻ പരുതൂർ, രതീഷ് E, ചന്ദ്രൻ KP, സുരേഷ് P, വിഷ്ണു OV എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഞാൻ ആളൊന്നും പറയുന്നില്ല, നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. നിങ്ങളുടെ മണ്ഡലത്തിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് ഒരു 2-3 മാസത്തിന്റെ ഉള്ളിൽ ഇതേപോലെ ട്രസ്റ്റിൽ നിന്ന് നല്ല രീതിയിൽ ചെയ്ത ട്രസ്റ്റ് കുറ്റപ്പെടുത്തല്ല, നല്ല ട്രസ്റ്റാണ്. പക്ഷേ ഒരു മന്ത്രിക്ക്, കേരളത്തിലെ ഒരു മന്ത്രിക്ക് അയാളുടെ മണ്ഡലത്തിലേക്ക് ഒരു വീട് ട്രസ്റ്റിൽ നിന്ന് വാങ്ങിക്കൊടുക്കേണ്ട ഗതികേടാണ്. ജനങ്ങൾക്ക് ജീവിക്കാനുള്ള പ്രശ്നം, ജനങ്ങളുടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം എന്തേ പരിഹരിക്കാൻ കഴിയാത്ത? പഴയ ഡിവൈഎഫ്ഐയുടെ നേതാവല്ലേ? ഇവിടുത്തെ എന്ത് പ്രശ്നമാണ് കേരള സർക്കാർ പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്? ഇപ്പൊ ചർച്ച ചെയ്യപ്പെടാണ് അവിടെ മയക്കുമരുന്ന് കൂടി, പ്രതിപക്ഷവും പറയുന്നു മയക്കുമരുന്ന് കൂടി. 350 പേർക്ക് ആദ്യ ഗഡു കൊടുത്തു എന്ന് പറയുന്നത് കൊടുക്കാത്തത് എന്തുകൊണ്ടാ? ഫണ്ടില്ലായിട്ടാണോ? കേന്ദ്രത്തിലെ ഉദാര സമീപനമാണ്. അത് കോൺഗ്രസ് ഭരിക്കുന്നതോ മാർക്സിസ്റ്റ് ഭരിക്കുന്നതോ BJP ഭരിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടി ഭരിക്കുന്നതോ നോക്കിയിട്ടല്ല. ആവശ്യങ്ങളുമായി കേന്ദ്രത്തിൽ ചെന്നാൽ ആ കേന്ദ്രം വാരിക്കോരി കൊടുക്കുക. ഇത് വെറുതെ അല്ലല്ലോ പറയുന്നത്, അനുഭവത്തിന്റെ വെളിച്ചത്തിലല്ലേ പറയുന്നത്. അപ്പൊ ഇവരുടെ ആവശ്യം എന്താ? നമ്മുടെ നാട്ടിൽ സാധാരണ ചൊല്ലുന്നത്, നമ്മുടെ മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളുടെ കണ്ണീര് കാണും. അപ്പൊ BJPക്ക് അനുകൂലമാവും കേന്ദ്രം എന്ന് പറഞ്ഞാൽ, അത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അത് BJPക്ക് അനുകൂലമാവുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ പദ്ധതികൾ അട്ടിമറിക്കുകയാണ്, ഈ പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കുക. സുഹൃത്തുക്കളെ, ധാരാളം പദ്ധതികള് ബ്ലോക്ക് തലങ്ങളിലൂടെ വരുന്നുണ്ട്, അല്ലാതെ വരുന്നുണ്ട്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരാകട്ടെ അല്ലെങ്കിൽ ഭരണവർഗത്തിലുള്ള MLA ആവട്ടെ MP ആവട്ടെ ഇത് നടപ്പിലാക്കാൻ നോക്കുന്നുണ്ടോ? നേരത്തെ ബ്ലോക്കിൽ നിന്ന് ചെയ്യേണ്ടതല്ലെങ്കിലും നമുക്കറിയാം, മുദ്രാലോൺ ബാങ്കുകൾ മുഖേന അതിന്റെ വായ്പാ പരിധി വരെ കൂട്ടിയിരിക്കും. പക്ഷേ പല ബാങ്കുകളും കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോ ഏതെങ്കിലും ഒരു MLA 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.